ബാംഗ്ലൂരിൽ നിന്നും ഒരുപാട് കാലത്തിന് ശേഷം കോളനിയിലേക്ക് വരുന്ന നിങ്ങളുടെ കൂട്ടുകാരിയെ ശരിക്കും എയർപോർട്ടിൽ ചെന്ന് പിക്ക് ചെയ്യണമായിരുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങോട്ട് വരട്ടെ. അതൊക്കെ നിങ്ങളുടെ കാര്യം. നമ്മുടെ കോളനിക്കാരോട് നേരത്തെ കൂട്ടി പറയണം, തുണിയെടുക്കാൻ വേറെ തുണിക്കടകളിലൊന്നും പോകരുത്. അതെ, ശരിയാ. ഇതാ വീട്. അയ്യോ, അതൊക്കെ ഞാനെടുത്തോളാം. ഇടുണ്ട. ഇതാണ് ഞാൻ പരിചയപ്പെടുത്താം. വേണ്ട, ഞാൻ പരിചയപ്പെടുത്താം. എല്ലാവരും അവിടെ ഇരിക്കാൻ. ഇത് സുലോചന, ഇത് ചാക്കോ സാറ്, ഇത് തങ്കപ്പൻ, അത് സ്നേഹലത ഡാൻസറാ, സ്നേഹമൊട്ടുമില്ല. പിന്നെ ഇത് തങ്കപ്പന്റെ ഭാര്യ പൊന്നമ്മ, ഇത് എന്റെ സ്വന്തം ഭാര്യ ഉഷ. അതെ, നമ്മുടെ ഈ സംരംഭം ക്ലിക്കായാൽ ക്രിസ്തുമസിനും റംസാനും ഒക്കെ ഇതുപോലത്തെ മേളകൾ സംഘടിപ്പിക്കണം. ഓഫ് കോഴ്സ്. ആദ്യം ഞങ്ങളാ ഇതുപോലൊരു പദ്ധതി ഇട്ടത്. ഞങ്ങളെന്ന് പറയുമ്പോ രവിചന്ദ്രൻ ഇതുപോലൊരു ഓണക്കച്ചവടത്തെ പറ്റി പറഞ്ഞിരുന്നു. എന്നിട്ട് എവിടെ അയാള്? ഇന്നിവിടെ വരാന്ന് പറഞ്ഞതാ. അയാള് വരില്ല, അയാൾക്കെന്നെ ഭയങ്കര പേടിയാ. എന്തായാലും നിങ്ങൾ സംസാരിച്ചിരിക്കെ. ഓണത്തോടനുബന്ധിച്ച് ഞങ്ങളും ചില ആഘോഷ പരിപാടികൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് തിരക്കില്ല. ഓണപ്പിന് ഒന്നും ആയിട്ടില്ല തങ്കപ്പ. വാ. അതെ, അവരൊക്കെ ആണുങ്ങളാ, അവർക്ക് വേറെ പണിയുണ്ട്. ഓണമായിട്ട് എന്റെ ഒരു പ്രധാനപ്പെട്ട ഐറ്റം ഉണ്ട്, തിരുവാതിര കളി. അതിന്റെ 2-3 സ്റ്റെപ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കോമളാങ്കിമാരെ വരുവിൻ, തിരുവാതിര ചിന്തകൾ പാടിക്കളിക്കുവിൻ. പൊന്നമ്മ പാടി, ഇടക്കിടെ സ്നേഹലത പാടി, കൂട്ടത്തില് സുലോചന പാടി, അതേറ്റെന്റെ ഉഷയും പാടി. താളത്തോട് മേളത്തോട് കുമ്മിയടി, അല്ല താളത്തോട് മേളത്തോട് കുമ്മിയടി. എങ്ങനെയുണ്ട്? അവതരിപ്പിച്ചാലുണ്ടല്ലോ നിങ്ങൾ കൂമ്പിലിട്ട് ഞാൻ വീക്കും. ബൈ ദ ബൈ, കോളനിയിൽ വനിതാ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ വസ്ത്രമേളയിൽ ഒരു പുരുഷന്റെ സാന്നിധ്യം നമുക്ക് വേണോ? ചാക്കോ സാറ് ഇവിടെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രോത്സാഹനവും സഹകരണവും നൽകുന്ന ആളാ. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ എനിക്കെന്തോ അയാളെ തീരെ ഇഷ്ടപ്പെട്ടില്ല. അയാളുടെ ഒരു ശബ്ദവും നോട്ടവും ഒന്നും. അയ്യോ, ചാക്കോച്ചൻ ആളൊരു പാവസുലു. പാവം ആയാലും പണക്കാരനായാലും ഒരാളുടെയും ഹെൽപ്പ് നമ്മുടെ ഈ സംരംഭത്തിൽ ഇല്ലാതിരിക്കുന്നതാ നല്ലത്. ഇത് സ്ത്രീകൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒരു അവസരമല്ലേ? നമ്മളോട് ഇത്രയൊക്കെ സഹകരിച്ചിട്ട് മാത്രമല്ല, ഇതുപോലൊരു വസ്ത്രമേള നടത്താൻ അവരും പ്ലാൻ ഇട്ടതാ. ആര്? ആ രവിചന്ദ്രൻ നേതാവേ. രവിചന്ദ്രനോ? AKCP? അങ്ങനെയെങ്കിൽ ഇതുപോലൊരു മേള നടത്താൻ അവരോടും പറ. എന്തായാലും ഒരു കോമ്പറ്റീഷൻ ആയിരിക്കുമല്ലോ. അത് വേണോ? അല്ല സുലോചനെ, നോ 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 നോ. എന്തായാലും ചാക്കോച്ചനെ ഈ സംരംഭത്തിൽ ഉൾപ്പെടുത്തുന്ന പ്രശ്നമേ ഇല്ല. അല്ല, സുലൂനിപ്പോ ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ പിന്നെ വേണ്ട അല്ലേ? എനിക്ക് ചാക്കോച്ചനെ എന്നല്ല ഒരാണുങ്ങളെ അത്ര ഇഷ്ടമൊന്നുമല്ല. സ്ത്രീ ആരുടെ അടിമയൊന്നുമല്ലല്ലോ. അതൊക്കെ പോട്ടെ, നമുക്ക് തുണികളൊക്കെ ബാംഗ്ലൂരിൽ നിന്നാ കൊണ്ടുവരുന്നത്. അതെ, അതൊക്കെ നോക്കിക്കോ, സമയാവുമ്പോ ഇവിടെ എത്തില്ലേ? ജവഹർ നഗർ കോളനിയിലെ നിവാസികൾക്ക് ഓണക്കാലത്തൊരു സുവർണാവസരം. പ്രമുഖ ഫാഷൻ ഡിസൈനറും സ്ത്രീ വിമോചക പ്രവർത്തകയും എഴുത്തുകാരിയുമൊക്കെയായ സുലോചന സത്യന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന വൻപിച്ച ആദായ വിൽപ്പന. നാളെ മുതൽ വളരെ കുറഞ്ഞ വിലയിൽ കൂടിയ വസ്ത്രങ്ങൾ വാങ്ങുവാൻ ഏവരെയും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഓണം അടിപൊളിയാക്കുവാൻ ജവഹർ കോളനിയിൽ സുലോചന സത്യന്റെ നേതൃത്വത്തിൽ അടിച്ചു പൊളിക്കുമ്പോൾ ഇത് ഞാൻ എന്തോ കാണിക്കുന്നേ? ആശ ഒരു വാക്ക് പറഞ്ഞാ മതി, ഇത് കംപ്ലീറ്റ് വാരി കെട്ടുന്നതായി ഞാൻ ഏറ്റ്. നിനക്കറിയാമല്ലോ, ഈ ഓണക്കച്ചവടം ഞാനാണ് പ്ലാൻ ചെയ്തത്. പിന്നെ ഐഡിയയാണ് പൊളിഞ്ഞത്. ആശ ചുമ്മാ തിരി, ആശ സമ്മാനപ്പെട്.
ഇതിന് ബദലായിട്ട് വേറെ എന്തെങ്കിലും ഒരു പരിപാടി നമുക്ക് പ്ലാൻ ചെയ്യണം. ആശാൻ അത്രയ്ക്ക് മോശക്കാരനാവാൻ പാടില്ലല്ലോ. നിന്റെ മനസ്സ് എനിക്കറിയോടാ. അതാ ഞാൻ പറഞ്ഞത്. പലപ്പാ പുതിയൊരു പരിപാടി തുടങ്ങുന്നതിന്റെ മെനക്കേട് മതി അവളുമാരുടെ ഓണക്കച്ചവടം പൊളിക്കാൻ. അറിയാവോ? ആണല്ലേ? എന്നാ പിന്നെ അങ്ങനെ പ്ലാൻ ചെയ്യാം. വാ, അങ്ങോട്ടോടെ പോന്നു. അങ്ങോട്ടല്ലേ നമ്മൾ പോയത്. വാ, അവളുമാരുടെ കച്ചവടം നമ്മൾ പൊളിക്കുമെന്ന്. അവളുമാരുടെ കളി എന്നോടാണ്. അവരങ്ങ് പോയി. നമസ്കാരം. ഈ ഓണം വസ്ത്രമേളയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ മിസ് സുലോചന സത്യനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും ഇങ്ങോട്ട് മാറി നിൽക്കടോ. ഇങ്ങോട്ട് പാരല്ലേ പറഞ്ഞു. തന്നോട് ഇനി പ്രത്യേകം പറയണോ? ഒരു മേഡം മുറിക്കട്ടെ. Hi Sulu, how are you? Please stop. Dear ladies, gents, gentlemen, നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കിഡ്സ്, നിങ്ങൾ കൊണ്ടുവരാത്ത കിഡ്സ്, എനിക്ക് ആദ്യമായിട്ട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. സ്ത്രീ ആരുടെയും അടിമയല്ല. അതെ, കച്ചവട രംഗത്ത് സ്ത്രീ ആധിപത്യം സ്ഥാപിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഞങ്ങൾ ഈ മേള ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതേ ഓണക്കാലത്ത് മാത്രമേ ഉള്ളോ? ചേട്ടാ, ആരാത് പറഞ്ഞത്? ഇങ്ങോട്ട് വരുവോ? ഒന്ന് മാറിയേ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ചേട്ടാ, ഇത് ഓണക്കാലത്ത് മാത്രമല്ല, ഓണ ഉച്ചയ്ക്ക്, ഓണ വൈകുന്നേരം, ഓണ രാത്രി എല്ലാം ഉണ്ടാവും. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, ഞാനൊരു വാഗ്വാദത്തിന് വേണ്ടി വന്നതല്ല. താൻ പോടോ. അവനോട് പറഞ്ഞു പ്രശ്നം. ഓ, എന്റെ മാഡം, ഞാനൊരു ഷർട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഷർട്ട് എടുക്കാനോ? സുലു ഫസ്റ്റ് സെയിലാ. വരൂ വരൂ വരൂ. അതെ, ഇങ്ങനെ തർക്കിച്ചത് എങ്ങനെ ശരിയാവാ? അകത്തോട്ട് കയറി. ഷർട്ടൊക്കെ നമ്മളെ കടയല്ലേ? ആ സെക്ഷനിലാ. വരൂ. ദാ, എല്ലാ കളർ ഷർട്ടും ഉണ്ട്. നല്ല collections എല്ലാം കുറഞ്ഞ ആണല്ലോ. വിലക്ക് കിട്ടുന്നതാണ്. ഇത് കൊള്ളാം. അവിടെ അത് കൊള്ളാം. ഇതെടുക്കാനാ? ഇതെത്രയാ? വെറും 700 രൂപ മാത്രം. അയ്യോ, എല്ലാം വേണ്ട, ഒരെണ്ണം മതി. ഈ ഒരു ഷർട്ടിന്റെ വില തന്നെയാ ഞാൻ പറഞ്ഞത്. ഏത്? ഈ കൂറ ഷർട്ടിനാ 700 രൂപ? എന്താ ഇതിന് കുഴപ്പം? എന്തുവാ? ബ്രാൻഡഡ് ഷോറൂമിലെ ഇത് 1000-ന് പോലും കിട്ടില്ല. നല്ല ക്വാളിറ്റി അയച്ചോ. ആവശ്യമുണ്ട് എടുത്താ മതി. പറഞ്ഞേക്കാം, ഞങ്ങൾ സ്ത്രീകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണിത്. ഇവിടെ അലമ്പുണ്ടാക്കാൻ വന്നാലുണ്ടല്ല, ചോദിക്കാനും പറയാനും ആളുണ്ട്. പുലിയാടെ ഞാൻ പുലി. അല്ല, അതിന് വില ചോദിക്കണ്ടേ സാറേ? എന്തായാലും ശരി, ഇതിന് 700 രൂപ ഇല്ല. കൂടിപ്പോയാൽ ഇതിനൊരു 90 രൂപ അല്ലേ രമണ? 85 രൂപ. അതിനപ്പുറത്ത് കൂടില്ല, കൂടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ ഇവിടെ വെച്ചിട്ട് പോണം മിസ്റ്റർ. നിങ്ങൾ ഇപ്പൊ ഷർട്ട് ഇടണ്ട. അങ്ങനൊന്നും പറഞ്ഞ് പഠിക്കല്ലേ, അത് മോശമാണ്. സുലു വിട്ടേക്ക്. ഉദ്ഘാടന ദിവസം തന്നെ ഉടക്കുണ്ടാക്കണ്ട. ഇയാൾ ഇവിടെ വെറുതെ മനഃപൂർവ്വം ഉടക്കിട്ടാക്കാൻ വന്നേക്കോ. ഇതവന്റെ സ്ഥിരം പരിപാടിയാ. ഇതെങ്ങനെ? അത് കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതിനെത്ര? ഇതിന് 200 രൂപയുള്ളൂ. 200 രൂപ? പീതാംബരന്റെ കടയിൽ 20 രൂപയേ ഉള്ളൂ. എങ്കിൽ താനൊരു കാര്യം ചെയ്യും, പീതാംബരന്റെ കടയിൽ പോയി മേടിക്കും. ഇതെങ്ങനെ ഉണ്ടേ? ഇത് സൂപ്പറായിട്ട്. നഷ്ടം നോക്കണ്ടല്ലേ? അതെ 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 അതെ. ബാക്കിയാ 20 രൂപയോ? ഇത് വെറുതെ കൊടുത്താലും വേണ്ടില്ല, നിനക്ക് തരുന്നില്ല എന്താണെങ്കിലും. ഇതും കൊണ്ട് ഞാൻ പോത്തോളൂ. ഞാൻ കൊണ്ടുപോകും. ഞാൻ ഇതും കൊണ്ടേ പോത്തോളൂ. ഞാൻ ഇതും കൊണ്ടേ പോത്തോളൂ. നിങ്ങൾ വെറുതെ പേടിക്കാതിരിക്കുന്നേ. ഈ കട പൂട്ടിയാലും വേണ്ടില്ല, എന്താണെങ്കിലും ഇവരെ പോലുള്ളവന്മാരുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. നീ നോക്കണ്ട, ജയിച്ച് എന്നെ ഇരുന്നോ നീ. പൊന്നമ്മ, പൊന്നമ്മയ്ക്ക് ഇതിനകത്ത് ഷെയർ ഉണ്ടല്ലേ? എന്നാ വേദനിക്കുന്ന ഹൃദയം കൊണ്ട് ഞാൻ പറയാണ്, ഈ കടയിൽ ഒരു കർച്ചീഫിന്റെ കച്ചവടം പോലും നടക്കില്ല. ഇത് നശിച്ചു പോകും. സ്വഭാവം നിനക്ക് മനുഷ്യ അങ്ങോട്ട്. അവൻ എന്നെ എറിഞ്ഞു. നിന്നോട് ദൈവം ചോദിക്കൂടാ. സത്യം, ഇത്രയും അഹങ്കാരം പിടിച്ചൊരു പെണ്ണുമ്പളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാനും എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നീ ഒന്ന് സമാധാനപ്പെടേ. അവിടെ കയറി ഒരു ഓണത്തോർത്തോലും ഒരുത്തനും വാങ്ങൂല. പോരെ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കോളനിയിൽ ഭൂരിപക്ഷം സ്ത്രീകളാ.
അവര് മാത്രം മതിയല്ലോ ഈ സാധനങ്ങളെല്ലാം അവിടെ വാങ്ങിച്ചു തീർക്കാൻ. അല്ലാതെ അവര് മാത്രം പോരെ? ഞാനല്ലേ പറഞ്ഞ അതിനൊക്കെ ഒരു വഴി കാണാമെന്ന്. എപ്പ കാണാൻ? ഈ കാണാൻ പിന്നെ നീയൊക്കെ തന്നെ ഉണ്ടാക്കി പിന്നെ അല്ലാതെ. ഇതൊന്നും കാര്യം ഒന്ന് ഞാൻ പറയണേ കേൾക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ പറയണേ ഞാൻ കേൾക്കാം. ഓ വലിയ പാട് തന്നെ കേട്ടാ. നോക്കട്ടെ എന്താ ഒരു ഷർട്ടാ? നോക്കട്ടെന്ന്. ഇതാണോ ഷർട്ട്? എന്താടാ കാണിച്ചത്? കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനം അടിച്ചില്ല. ഒരൊറ്റ അടിക്ക് വെച്ചതാണല്ലോ. അടാ തലയ്ക്ക് സുഖമില്ലാത്ത ആളെ ഇങ്ങോട്ട് പോന്നു. വാ പോവാ. എന്തുവാടാ ഇത്? അല്ല എങ്ങോട്ടാ? ആ പെങ്കുച്ചുങ്ങൾ നടത്തുന്ന വസ്ത്രമേള കയറി ഓണത്തിന് കുറച്ച് തുണിയെടുക്കണം. കഷ്ടം. ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുന്നത് കാണുമ്പോ എന്റെ ഉള്ളിൽ തീയാണ് തീ. എന്തു വഞ്ചന? 95% വരെ വിലക്കുറവുണ്ടെന്നല്ലേ പറഞ്ഞത്? ഓഹോ, പറഞ്ഞതൊക്കെ ശരിയാ. അതനുസരിച്ച് ഞാനും ബാലപ്പനും കൂടെ ഈ വസ്ത്രമേള എന്നൊരു തുണിയെടുത്തു. അത് നല്ല ബാലപ്പൻ. അങ്ങനെ വിടുമെന്ന് വിചാരിക്കണ്ട. ഇതെന്തായാലും ഊരണല്ലോ ശരീരത്തിൽ നിന്ന്. ഇവിടെ എന്ത് നോക്കടാ? നീ എവിടെ പോയിരുന്നു? ഞങ്ങള് ഉപഭോക്തൃ കോടതി പോയിരുന്നു. ഇതെന്താ സാറേ ഈ വേഷത്തില്? ഈ വേഷമാ? ഇത് റിഡക്ഷൻ ശൈലി വാങ്ങിച്ചതാണ്. വാങ്ങുമ്പോൾ ഈ കളറായിരുന്നു. കഴിവതോറും ഓരോ കളർ തെളിഞ്ഞു വാങ്ങിക്കുമ്പോ എനിക്ക് അളവായിരുന്നു. കഴി കഴിഞ്ഞതിന് ശേഷം ശരീരത്തിൽ നൂരാൻ വയ്യ. ഇവന്റെ കണ്ട ഈ മുണ്ടിനെന്താ കുഴപ്പം? ഈ മുണ്ടിനല്ലെന്ന് കുഴപ്പം. ഇത് പാന്റ് കണ്ട ഇതങ്ങനെ ഊരും. ഇതിന് ചെറുപ്പച്ചതിക്ക് വടിച്ചിറക്കണം. ഉപഭോക്തൃ കോടതി കേസ് കൊടുക്കാൻ പോയോ? കണ്ടോ 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 ഇത് കണ്ടോ? കണ്ടോണേ, കാണുമ്പോ ഇതൊരു കിഴിയാണെന്ന് തോന്നുന്നു. തലേണ പറയാ. അയ്യോ, 2 എണ്ണം ഫ്രീ കിട്ടിയത് വാങ്ങിയതാ. ഇപ്പൊ ഇതിന്റെ പടിതി കണ്ടോ? കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പരസ്യവാചകം കണ്ടാണ് ഞങ്ങൾക്കല്ലേ അബദ്ധം പറ്റിയത്. എന്റെ ഉടുപ്പ് ഊരാൻ പറ്റാത്തതോ ഇവന്റെ പാന്റ് ഊരാൻ പറ്റാത്തതോ പോട്ട്. ഇത് കണ്ട കുളിച്ചു തോർത്താൻ വാങ്ങിച്ച ടവലാണ്. ഒന്ന് കഴിവിയതേ ഉള്ളൂ. കണ്ട കണ്ടാലറിയാത്തവ കൊണ്ടാലറിയും. ഏതായാലും നിങ്ങളെ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. ചെല്ലേ, ചെന്ന് പണം പാഴാക്കിയിട്ട് വാ. ചെല്ലേ. വേണ്ട, എന്റെ മനസ്സ് മടിച്ചു. തിരിച്ചു പോയി കളയാം. അല്ലെങ്കിൽ നമുക്ക് ടൗണിൽ ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങാം. അതാ നല്ലത്. നല്ലത്. റിഡക്ഷൻ ശൈലിയിൽ നിന്നും കയറി വാങ്ങിച്ചാളല്ലേ ശരീരത്തിൽ ഊരാൻ പറ്റത്തില്ല കേട്ടാ. ശ്വാസം മുട്ടുന്നു. അവളവിടെ ഉണ്ടാ സുലോചന? അല്ല, എനിക്ക് അവളെ കണ്ടിട്ട് വാക്ക് പറയണമെന്ന്. അവളെ കൊണ്ട് തന്നെ ഊരിക്കണം എവന്റെ പാന്റും. നീ ഒന്ന് ശ്വാസം വിട. അറിയാവോ? നീ ഒന്ന് സമാധാനപ്പെടേ. ഇതുപോലെ കുറെ എണ്ണത്തിന്റെ മനസ്സ് മടിപ്പിച്ചാലേ നമുക്ക് സമാധാനം വരും. നാട്ടുകാരെ, ഇവിടെ ആരും കയറില്ല. ഇത് കണ്ട ബെഡ് പോയതാണ്. അറിയാ, എന്റെ പെങ്ങൾക്ക് മേടിച്ച നൈറ്റ് ഇന്നലെ കഴിയപ്പോ ബ്ലൗസ് ആയിട്ട് ഇട്ടോണ്ട് പോയിരിക്കാണ് അവള്. ഇതൊക്കെ ചോദിച്ചിട്ട് പോത്തോളൂ കേട്ടാ. ഇത് കണ്ട തലോർത്തം മേടിച്ച ടവലാണ്. ഒറ്റ കഴിയത്തിന് ചെവി പോലും കയറുന്നില്ലത്. കാണിച്ചു തരാടി ഇതിന്റെ റിഡക്ഷൻ ശൈലി. പൊന്നോ, ഉഷ, ചേടാ ഇതെവിടെ പോയി? ഹലോ, എങ്ങനെയുണ്ട് കച്ചവടം? പൊടി പൊടിക്കുന്നുണ്ടല്ലോ. എവിടെ? എല്ലാം ഇവിടെ ഇരുന്ന് പൊടി പിടിക്കാനാ സാധ്യത. 3 ദിവസമായിട്ട് വസ്ത്രം വാങ്ങാൻ ആരും വന്നിട്ടില്ല. സുലു ഇത് എവിടെ പോയിരുന്നു? എനിക്ക് എപ്പോഴും ഇവിടെ തന്നെ നിക്കാൻ പറ്റുമോ? എന്താണെങ്കിലും ബാംഗ്ലൂരിന്ന് ചുളു വിലക്ക് തുണി ഞാൻ എത്തിച്ചു തന്നില്ലേ? ഇനി അത് വിറ്റ് ലാഭം ഉണ്ടാക്കുന്നതിലാണ് നിങ്ങളുടെ മിടുക്ക്. അല്ല, അന്ന് ഏതോ ഒരു ലേഡി വന്ന് 50,000 രൂപയുടെ സെയിൽസ് ഓഫർ ചെയ്തിരുന്നില്ലേ? അയ്യോ, അതൊന്നും നടന്നിട്ടില്ല. സുലു തന്നെ ഒരു പോംവഴി പറ. തങ്കപ്പേട്ട എന്നെ വിശ്വസിച്ച് ഉള്ള പൈസ മുഴുവൻ ഇതിൽ മുടക്കിയിരിക്കുക. തുണിക്കച്ചവടത്തിൽ ലാഭം കിട്ടുമെന്ന് കരുതി. ഇങ്ങനെ പോയ എല്ലാം വെള്ളത്തിലാവും. നിങ്ങൾ ഇങ്ങനെ അബലകളാകാതെ.
ഓണത്തിന് നല്ല കോമ്പറ്റീഷൻ ഉള്ളതാ. എങ്ങനെയായാലും സെയിൽസ് ഡെവലപ്പ് ചെയ്തേ പറ്റൂ. അതിനെന്തോ ഒരു വഴി. യെസ്, ഒരു വഴിയുണ്ട്. തുണിയെടുത്ത് വെച്ചിരിക്കുന്നു. അയ്യോ, ആരെങ്കിലും പോയി അയ്യോ കൊള്ളാം. കഷ്ടം തന്നെ എന്റെ 2 കാര്യം. സാരി വാങ്ങുമ്പോ ഒരു സോപ്പ് പൊട്ടി സൗജന്യം. ഇതൊക്കെ ഇപ്പൊ ആർക്ക് വേണം? അതെ. സോപ്പ് വാങ്ങിക്കുമ്പോഴേ ഇപ്പൊ സോപ്പ് പൊട്ടി ഫ്രീ ആണ്. ഇതിനേക്കാൾ നല്ലത് ടൗണിൽ പോയി തുണി എടുക്കുന്നതാ. 2 മീറ്റർ തുണി എടുക്കുമ്പോ ഒരു മൊബൈൽ ഫോണാ ഫ്രീ. മിയാമിസിലെ ചോദിച്ചു നോക്ക്. മിയാമി സിൽക്സിൽ പോയ ഒരു പട്ട് സാരി വാങ്ങിച്ചു നോക്ക്. 2 ഗ്രാമിന്റെ ഒരു സ്വർണ്ണ നാണയാണ് ഫ്രീ കിട്ടുന്നത്. ഓണത്തിനുള്ള തുണിത്തരങ്ങളൊക്കെ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കും. ദൂരെ വലിച്ചെറിഞ്ഞിട്ട് ടൗണിൽ പോയി തുണി എടുക്കാൻ നോക്ക്. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞു. എടുത്തോണ്ട് നടക്കുക. അയ്യോ, എന്താ സമാധാനമായില്ലേ? അയ്യോ, വാ, വാ, വാ. അങ്ങോട്ട് പോ. ഇവിടുന്ന് വാങ്ങിയതാ. ഇതങ്ങ് വെച്ചിട്ട് ഇതിന്റെ കാശിങ് തന്നെ. എന്തു പറ്റി? ഫ്രീ കൊടുക്കുന്നതൊക്കെ കൊള്ളാം, അത് അന്തസ്സുള്ളതായിരിക്കണം. ഒരു സോപ്പ് പെട്ടി. ഞങ്ങൾ ഇവിടുന്ന് ഏറ്റവും നല്ല തുണിത്തരങ്ങള് കുറഞ്ഞ വിലക്കാ നൽകുന്നത് അല്ലേ? അതെ അതെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരോ തുണിക്കടല്ലേ എന്തെല്ലാം സൗജന്യങ്ങളാ. മൊബൈൽ ഫോൺ, കാഞ്ചീപുരം പട്ടുസാരി, TV, വാഷിംഗ് മെഷീൻ, അതൊക്കെ കളഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇതിന്റെയൊക്കെ വില അവര് തുണിയിൽ മുതലാക്കും. ആയിക്കോട്ടെ, എന്നാലും 4 പേരോട് പറയാനൊരു അന്തസ്സുണ്ടല്ലോ. സംസാരിച്ചിരിക്കാൻ നേരമില്ല. ഞങ്ങളുടെ കാശിങ്ങിതാ. ചോദിക്കണേ. കാശിങ് തരാൻ കൊടുക്കണോ? തരാം. ഈ കർച്ചീഫും തോർത്തും ഒന്നും സൗജന്യമായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാന്ന് വിചാരിക്കേ വേണ്ട. പിന്നെ നമുക്കൊരു കാറ് സമ്മാനമായിട്ട് കൊടുത്താലോ? അയ്യോ, കാറോ? അയ്യോ, കാറല്ല, ഒരു കാർ. ലാൻഡ് ക്രൂയിസർ, ലാൻസർ, ഹോണ്ട സിറ്റി, ആക്സെന്റ്, അങ്ങനെ എത്രയോ വില കൂടിയ നല്ല നല്ല കാറുകളുണ്ട്. പക്ഷെ ഇതൊന്നും കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് കുറഞ്ഞ പക്ഷം ഒരു മാരുതി കാറെങ്കിലും കൊടുക്കണം. ഇങ്ങനെ ഒരു ഐഡിയ ചാക്കോ സാർ പറഞ്ഞായിരുന്നു. വിവരമില്ലെങ്കിലും അയക്ക് ബുദ്ധിയുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ് ലേക്കാണെന്ന്. നമ്മുടെ വസ്ത്രമേളയിൽ നിന്ന് തുണികൾ വാങ്ങുന്നവർക്ക് നറുക്കെടുപ്പ് നടത്തി ഏതെങ്കിലും ഒരു ഭാഗ്യശാലിക്ക് നമ്മൾ ഒരു കാർ സമ്മാനമായിട്ട് നൽകും. കേട്ടില്ലേ? വരൂ വരൂ, കടന്നു വരൂ. ആദായ വിൽപ്പന, ആദായ വിൽപ്പന. നിങ്ങൾ ചുരിദാർ മേടിക്കാൻ ഞങ്ങളുടെ കടയിലേക്ക് വരൂ. 1000 രൂപയ്ക്ക് ചുരിദാർ മേടിക്കൂ. പോകുമ്പോൾ ഒരു മാരുതി കാറുമായി തിരിച്ചു പോകൂ. കേട്ടില്ലേ? 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 അയ്യോ, ഒരു കാറൊക്കെ സമ്മാനമായിട്ട് കൊടുക്കാനുള്ള ലാഭമൊക്കെ നമുക്ക് കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നീ ഒന്ന് അടങ്ങുഷേ. സുലു പറയേ. ഇത് ഒരു ബിസിനസ് സീക്രട്ടാ, പുറത്തുവിടാൻ പാടില്ല. കാര്യം ഐഡിയ ചാക്കോച്ചൻ പറഞ്ഞതാണെങ്കിലും ഇനിയുള്ള ഒരു നീക്കവും അയാൾ അറിയരുത്, ഈ കൊള്ളിക്കാരും അറിയരുത്, ഈവൻ നിങ്ങളുടെ ഹസ്ബൻഡ്സ് പോലും. ഓക്കേ? ഓക്കേ. ഓക്കേ. അതായത് നമ്മൾ സമ്മാനമായി കാറ് കൊടുക്കുന്നില്ല. പക്ഷേ കോളിക്കാരുടെ വിശ്വാസത്തിനായി ഒരു കാറ് നമ്മൾ അലങ്കരിച്ചൊക്കെ നിർത്തുന്നു. ഇതാണോ ഇത്ര വലിയ സീക്രട്ട്? മുഴുവൻ പറഞ്ഞു തീരട്ടെ. നറുക്കെടുപ്പിലൂടെയാണല്ലോ നമ്മൾ ഈ സമ്മാനം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. സമ്മാനാർഹമായ നമ്പർ ഏതാണെന്ന് നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കണം. എന്നിട്ട് ആ നമ്പർ ഒഴികെ ബാക്കി എല്ലാ നമ്പറും നറുക്കെടുപ്പ് നടത്തുക. അല്ല, ഇതൊക്കെ കോളനിക്കാർ വിശ്വസിക്കുവോ? വിശ്വസിപ്പിക്കാനായി ഒരു പൊതു ചടങ്ങിൽ വെച്ചായിരിക്കണം ഈ നറുക്കെടുപ്പ് നടത്തേണ്ടത്. ഞാൻ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു നമ്പറിനെ കുറിച്ച് പറഞ്ഞില്ലേ, അത് നമുക്ക് വിശ്വസ്തയായ ഒരാളെ ഏൽപ്പിക്കുകയും വേണം. നമ്മൾ നമ്പർ വിളിക്കുമ്പോൾ നമ്മൾ ഇടപാട് ചെയ്തയാൾ നമ്പറുമായി വരുന്നു. സമ്മാനം അയാൾക്ക് കിട്ടിയതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അയാൾ കാറ് ചോദിച്ചാലോ? ചോദിക്കില്ലല്ലോ. നമ്മൾ വല്ല 500 1000 ഒക്കെ കൊടുത്തായിരിക്കുമല്ലോ ഈ ആളെ ഏർപ്പാടാക്കുന്നത്. പക്ഷെ അയാൾ ഒരിക്കലും ഈ കോളനിയിലുള്ള ആളാവരുത്. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അത് കൊള്ളാം. ആദ്യമേ നമുക്ക് ഈ ബുദ്ധി പ്രയോഗിച്ചാൽ മതിയായിരുന്നു. അതെ, നാളെ തന്നെ കാറിനെയും ആളെയും നമുക്ക് ഏർപ്പാടാക്കാം. പിന്നൊരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഈ ചെവി ഈ കാര്യം അറിയരുത്. പ്രത്യേകിച്ച് ആണുങ്ങള്. അവർ ഒരു കാരണവശാലും ഈ കാര്യം അറിയാൻ പാടില്ല. ഇതൊന്നും അവരാരും ഒരിക്കലും അറിയത്തില്ല. നമുക്ക് ഇപ്പൊ തന്നെ ഒരു നമ്പർ സെലക്ട് ചെയ്യണം. കൂപ്പൺ നമ്പറേ 556 556. അതായിരിക്കും നമ്മുടെ ലക്കി നമ്പർ. ഓക്കേ? ഓക്കേ.